ഗായ്സ് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗായ്സ്, എന്തായാലും നമുക്കൊരു ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി. ഓക്കെ, നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ഒരു താറുണ്ടായിരുന്നു, അത് നമ്മളെ ഫ്രണ്ടിൻ്റെ കൈക്കിലായിരുന്നു. ഓക്കെ, ഇന്നെന്തായാലും നമുക്ക് ആ താറും കാര്യങ്ങളൊക്കെ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ഈ താറുണ്ടാവും ഗൈസ്. ഓക്കെ, ഞാൻ ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ താറ് നമുക്ക് റോക്സിനെ പോലെ കൺവേർട്ട് ചെയ്താലോ, അതായത് താർ റോക്സിനെ പോലെ കൺവേർട്ട് ചെയ്താലോ എന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനാകെ 2 ഡോറേ ഉള്ളൂ, പിന്നെ ബാക്കിക്ക് ഫ്രണ്ട് കൂടി ചാടി കയറലാണ്. നമുക്ക് അത് ഒഴിവാക്കിയിട്ട് 4 ഡോറുള്ള റോക്സ് തന്നെ ആക്കാം. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു സൈഡ് ഭാഗം മുറിച്ചിട്ട്, അതായത് ഈ നടുഭാഗം മുറിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് റോക്സ് ആക്കും ഗൈസ് മൊത്തത്തിൽ. പിന്നെ റോക്സിൻ്റെ ബോഡി കിറ്റ് കയറ്റും, പിന്നെ റോക്സിൻ്റെ ലൈറ്റ് കയറ്റും, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കളറും ഒന്ന് മാറ്റാൻ കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇനി ഷോറൂം കണ്ട് പോവാം. വണ്ടി എടുത്ത് തിരിക്കട്ടെ. ഓ, ഏതാ മോനെ വണ്ടി? ഈ വണ്ടി കാണാൻ ഭയങ്കര ലുക്കൊക്കെ ഉണ്ട്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിലെ റോക്സ് ആക്കി മാറ്റണം. ഓക്കെ, അതായത് വണ്ടിയുടെ നടുഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കി മൊത്തം റോക്സ് ആക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ഷോറൂമിൽ എത്തിയിരിക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓണർ അറിയണത്. നമുക്ക് എന്തായാലും ഓണറിനോട് ഞങ്ങൾക്ക് സംസാരിക്കാം. എനിക്ക് എൻ്റെ ഒരു വണ്ടി മൊത്തത്തിൽ നമുക്ക് റോക്സിൻ്റെ കിറ്റ് അടിക്കണം. ഓക്കെ സാർ, 1 മാസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ വണ്ടീൻ്റെ ഡെലിവറി അറിയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളെ ഡിഫൻഡർ എടുത്തിട്ട് നേരെ നമുക്ക് ഷോറൂമിൽ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ താറ് വരുന്നത്. എടാ മോനെ സീനിട്ടാ, മറ്റേ താറ് നമ്മൾ റോക്സ് തന്നെ മാറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സീൻ ലുക്കാണ്. നമുക്ക് എന്തായാലും വണ്ടിക്കൊന്ന് നോക്കി വെക്കാം. നമുക്കിവിടെ മാറാൻ മാത്രമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അലോയ് മാറിയിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിലത്തെ ബോഡി കിറ്റ് മാറിയിട്ടുണ്ട്, പിന്നെ ഗ്രില്ലും മാറിയിട്ടുണ്ട്, പിന്നെ ഹെഡ്ലൈറ്റ് മാറി, പിന്നെ ഈ ഫ്രണ്ടിലാണ് മറ്റേ കൊള്ളിയുണ്ട്, അതൊക്കെ പണ്ടത്തെ തന്നെയാണ്. പിന്നെ ഈ കാണുന്ന മിററും അതും പണ്ടത്തെ തന്നെയാണ്. ഓക്കെ, ബാക്കിയെല്ലാം പണ്ടത്തെ തന്നെയാണ്. ടയറും ഉടക്കി പണ്ടത്തെ തന്നെയാണ്. നമുക്ക് അതിന് അലോയ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കത്തെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. മറ്റേ വണ്ടിക്ക് ഹെഡ്ലൈറ്റുമ്പോൾ താർന്ന് എഴുതിയിരുന്നേ. ഓക്കെ, ഇതിന്മേൽ അതൊന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇനി എന്തായാലും ഇന്ത്യയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കയറി നോക്കാം. ഓക്കെ, എടാ മോൻ ഇന്ത്യയിൽ മൊത്തം സീനിട്ടാ. സ്റ്റിയറിങ് മൊത്തത്തിലേ മാറി. പിന്നെ ഫ്രണ്ടിലൊരു ഡിസ്പ്ലേ ഉണ്ട്, ഒരു വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് നമ്മൾ മറ്റേ താറിൽ ഇങ്ങനത്തെ ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. മറ്റേ താറല്ല, ഈ താറിൻ്റെയാണ്. പിന്നെ മാറാൻ അത്ര ഗതിയിൽ മാറ്റാനുള്ളൂ ഇന്ത്യയിലൊക്കെ.